ഇതൊരു കേക്ക് ഞാൻ വീട്ടിലേക്ക് തന്നെ ചെയ്തിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫ്ലേവർ ഏതാണെന്ന് കറക്റ്റ് എനിക്കറിയില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള കുറച്ച് ഐറ്റംസ് വെച്ചിട്ട് ഇതിൻ്റെ ഫ്ലേവറും ഫില്ലിങ്സൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ക്രീം ചീസാണ് എടുത്തിട്ടുള്ളത്. ക്രീം ചീസ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വാനില എസൻസും അതുപോലെ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. പൊടിച്ച പഞ്ചസാര ചേർക്കുകയാണ് നല്ലത്. പക്ഷേ ഞാനിവിടെ എടുത്തിട്ടുള്ളത് പൊടിക്കാത്ത പഞ്ചസാരയാണ് കേട്ടോ. പൊടിച്ചിട്ട് എടുക്കേണ്ട മടി കൊണ്ടാണ്, വേറെ ഒന്നുമല്ല. അതൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഓവർ ബീറ്റിങ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ പിന്നെ അത് വളരെ ലൂസായി പോവും. പിന്നെ അതിലേക്ക് നമുക്ക് ഫില്ലിങ് കൊടുക്കാനും അതുപോലെ ക്രം കോട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അത്രയും ക്രീം എടുത്തിട്ട് ഈ ഒരു ക്രീം ചീസിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മുടെ സ്പഞ്ച് വെച്ച് കൊടുത്തതിന് ശേഷം ഷുഗർ സിറപ്പായിട്ട് വെറ്റ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് നമ്മളിതാ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ക്രീം ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതൊന്ന് നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം സൈഡിലായിട്ടും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുന്നത് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷാണ് കേട്ടോ. നല്ല തിക്കായിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒലിച്ചിറങ്ങുമൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മളിതാ സെക്കൻഡ് ലെയറും അതുപോലെ തേർഡ് ലെയറും വെച്ച് കൊടുത്ത് ഇതേ സെയിം മെത്തേഡിൽ തന്നെ ഫില്ലിങ്ങും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു ക്രീം ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇതിൻ്റെ ക്രം കോട്ടും ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ക്രം കോട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് സെറ്റാക്കി എടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഫൈനൽ കോട്ട് ചെയ്ത് കൊടുക്കുന്നത് സാധാ വിപ്പിംഗ് ക്രീം ഉപയോഗിച്ചിട്ടാണ്. ഈ ക്രീം ചീസ് വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഫിനിഷിംഗ് ഒന്നും കിട്ടില്ല കേട്ടോ. അപ്പോൾ അതും കൂടി നന്നായിട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കി എടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിൻ്റെ മുകളിൽ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം എടുക്കുക കേട്ടോ. വളരെ കുറച്ച് മതി. അതിലേക്ക് റെഡ് കളർ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിതന്നെ ഒരു പാലറ്റ് നൈഫ് ഉപയോഗിച്ചിട്ട് ചെറിയൊരു പാലറ്റ് നൈഫ് ഉപയോഗിച്ചിട്ട് ഈ കേക്കിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആദ്യം ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ സാധാ ഉപയോഗിക്കുന്ന പാലറ്റ് നൈഫ് ഉപയോഗിച്ചിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനായിട്ട് കിട്ടും കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒരു നോസിൽ ഉപയോഗിച്ചിട്ട് ബോർഡർ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേറൊരു പാലറ്റ് നൈഫ് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ വലിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് കാണാൻ നല്ല സിമ്പിളാണെങ്കിലും ഇത് കംപ്ലീറ്റ് അത് ചെയ്ത് വരാൻ കുറച്ചധികം ടൈം എടുത്തു കേട്ടോ. അപ്പോൾ മുകളിലും ഇതേ സെയിം ഡിസൈൻ തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ മുകളിൽ ചെയ്തിട്ടുള്ള ആ ഒരു റെഡ് കളർ വെച്ചിട്ട് തന്നെ താഴെയും അതുപോലെ മുകളിലൊക്കെ ആയിട്ട് ഒരു ചെറിയുടെ ഒരു ഡിസൈൻ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗിൽ ആ റെഡ് കളർ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്നിങ്ങനെ ഒരു ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു ഗ്രീൻ കളർ വിപ്പിംഗ് ക്രീമും കൂടി ഉപയോഗിച്ചിട്ട് ഇതിനെ ഒരു കമ്പും കൂടി വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഡിസൈൻ ഇതാ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.